الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് യൂനുസിലെ 90-ാമത്തെ ആയത്താണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. ജാവസ്ന നാം മുറിച്ചു കടത്തുകയും ചെയ്തു. ബി ബനി ഇസ്രായേല ബനു ഇസ്രായേല്യരെയും കൊണ്ട്, അല്ലെങ്കിൽ ബനി ഇസ്രായേല്യരെ നാം മുറിച്ചു കടത്തി. അൽ ബഹ്റ കടലിനെ. ഫഅത്ബഅഹും ഫിർഔനു ഫിർഔൻ അവരെ പിന്തുടർന്നു. വജുനൂദുഹു അയാളുടെ സൈന്യങ്ങളും, ബഗിയൻ ധിക്കാരപരമായും, വഅദുവൻ അക്രമോത്സുകരായിക്കൊണ്ടും. ഹത്താ ഇദാ അദ്റകഹു അൽ ഗറഖു അങ്ങനെ അയാൾക്ക് ഗറഖ് മുങ്ങിമരണം അയാളെ പിടികൂടിയപ്പോൾ, ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖു മുങ്ങിമരണം പിടികൂടിയപ്പോൾ, ഖാല അയാൾ പറഞ്ഞു, ആമൻതു ഞാൻ വിശ്വസിച്ചു എന്ന്. എന്ത് വിശ്വാസം? അന്നഹു എന്തെന്നാൽ, ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ ബനു ഇസ്രായേൽക്കാർ വിശ്വസിച്ചിട്ടുള്ള ഏതൊരു ദൈവമാണോ ആ ദൈവത്തിൽ, ആ ദൈവമല്ലാതെ മറ്റു ദൈവമില്ലെന്ന്, ആ ആരാധ്യനല്ലാതെ മറ്റു ആരാധ്യരില്ലെന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്നയാൾ. വ അന മിനൽ മുസ്ലിമീൻ, അത് മാത്രമല്ല മൂമിനാക മാത്രമല്ല മുസ്ലിമും ആയിരിക്കണം. വ അന മിനൽ മുസ്ലിമീൻ, ഇനി മുതൽക്ക് എല്ലാ നിയമങ്ങളും പാലിക്കുന്ന മുസ്ലിമായി വിധേയരായി ജീവിക്കും ഞാൻ എന്നും അയാൾ പറഞ്ഞു. എന്നോട് അർത്ഥം പറയാം. വ ജാവസ്ന ജാവസ ബി എന്ന മുറിച്ച് കടത്തുക എന്ന, പുഴ മുറിച്ച് കിടക്കുക, കടൽ മുറിച്ച് കിടക്കുക എന്നൊക്കെ ജാവസ ബി എന്നാണ്. വ ജാവസ്ന ബി ബനി ഇസ്രായേൽ ബനി ഇസ്രായേലിനെയും കൊണ്ട് നാം അൽ ബഹ്റ കടൽ മുറിച്ച് കടന്നു, അല്ലെങ്കിൽ കടൽ മുറിച്ച് കടത്തി. ബനു ഇസ്രായേല്യരെ നാം കടൽ മുറിച്ചു കടത്തി. ഫഅത്ബഅഹും ഫിർഔൻ, ഈ വിവരമറിഞ്ഞ ഫിർഔൻ, വജുനൂദുഹു അയാളുടെ സൈന്യവും അവരെ പിന്തുടർന്നു. ബഗയൻ ധിക്കാരപരമായിക്കൊണ്ട്, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പോണ്ടേ, പക്ഷേ ധിക്കാരം സഹിക്കണില്ല അയാൾക്ക്. വഅദുവൻ അദുവൻ ആക്രമണോത്സുകത, അങ്ങനെ പറയില്ലേ, ആക്രമിക്കണം എന്ന ചിന്ത ആണ് അദുവ്. ശത്രുത എന്നതിന് അർത്ഥം ഉണ്ടല്ലോ, അദാവത്ത് തന്നെ ശത്രുതയാണ്. ഹത്താ ഇദാ അദ്റകഹു അൽ ഗറഖു ഗറഖ് പറഞ്ഞ മുങ്ങിമരണമാണ്. ഹത്താ ഇദാ അദ്റകനെ പിടികൂടിന, അദ്റകഹുൽ ഗറഖു മുങ്ങിമരണം അയാളെ പിടികൂടിയപ്പോൾ, ഖാല പറഞ്ഞു, ആമൻതു ഞാനിതാ മുഅ്മിനായിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. അന്നഹു എന്തെന്നാൽ, ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഇല്ലല്ലദീ ഒരുത്തനല്ലാതെ, ആമനത്ത് ബിഹി അവനെക്കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, ബനു ഇസ്രായേൽ ഇസ്രായേൽ സമൂഹം. ഇസ്രായേൽ സമൂഹം ഏതൊരു ദൈവത്തിലാണോ വിശ്വസിച്ചിട്ടുള്ളൂ അവന്, അഥവാ ഏതൊരു ദൈവം ഏതൊരു ഒരുത്തൻ ആരാധ്യനല്ലാതെ ഉണ്ടോ, ആരാധ്യനായിട്ടുള്ളവനുണ്ടോ അവനെ, ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഇല്ലല്ലദീ ഒരുത്തനൊഴികെ, ആമനത്ത് ബിഹി അവനെക്കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, ബനു ഇസ്രായേൽക്കാരെ വിശ്വസിച്ചിട്ടുണ്ട്. ആ ദൈവത്തിൽ ഇതാ ഞാനും വിശ്വസിച്ചു എന്ന്. എപ്പോൾ? അവസാനത്തെ മുറുക്ക് വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ, വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ശ്വാസം മുട്ടി വെള്ളം അറിഞ്ഞുകൊണ്ട് നിൽക്കുക, ആ നേരത്തെ ആമൻതു എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, വ അന മിനൽ മുസ്ലിമീനും അതും പറഞ്ഞു, മൂമിനും ആകും
മുസ്ലിമാകും. മുഅ്മിൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസ കാര്യമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ കർമ്മ കാര്യമാണ്. ഇനി മുതൽക്ക് എന്നതിൻ്റെ അർത്ഥം ഞാൻ ഇനി മുതൽക്ക് മുസ്ലിമായി എന്നെ ജീവിക്കും. എപ്പോഴായി പറയണത്? വെള്ളം കുടിക്കണം നേരം. അതിൽ നമുക്കറിയുന്ന ചരിത്രമാണിത്. കൂടുതൽ ചരിത്രം സൂറത്ത് ഷുഅറ, സൂറത്ത് ത്വാഹ. ഇവരൊരു പ്രഭാത സമയത്ത് രക്ഷപ്പെടുകയാണ് അവിടുന്ന്. എത്ര ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ബനൂ ഇസ്രായേൽ. മൂസാ നബി അലൈഹി സ്വലാം തന്നെ ദഅവത്തൊക്കെ നിർവഹിച്ച് 30 വർഷത്തിലധികം ദഅവത്ത് നിർവഹിച്ച് തെളിവൊക്കെ പൂർത്തിയായി. അവസാനം അദ്ദേഹം ബനൂ ഫിറൗനോട് പറയുന്നത്, അർസിൽ മഅന ബനൂ ഇസ്രായേൽ, ഇവരൊന്ന് വിട്, ഇവരെ ഇങ്ങനെ മർദ്ദിക്കരുത്, ഇങ്ങനെ പീഡിപ്പിക്കരുത്, ഇവരെ സ്വതന്ത്രരാക്കിയിട്ട് വിടണം. എല്ലാ കാലത്തുമുള്ള ഫാഷിസ്റ്റുകൾക്ക് കുറേ അടിമകൾ വേണം. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കില്ല, അവർ തിങ്ങിപ്പാർക്കുന്നിടത്ത് ചികിത്സാ സൗകര്യം ഉണ്ടാവില്ല, റോഡ് ഉണ്ടാവില്ല, വെളിച്ചം ഉണ്ടാവില്ല. എല്ലാ കാലത്തും ഫാഷിസ്റ്റുകളുടെ സ്വഭാവം. എന്തിനാണ്? തങ്ങളുടെ വരേണ്യ വിഭാഗമാണ്. അവർക്ക് ആവശ്യമായ അടിമപ്പണി ചെയ്യാൻ ഇങ്ങനെ കുറേ സാധുക്കൾ വേണം എല്ലാ കാലത്തും, എല്ലാ പ്രദേശത്തും. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഇത് കണ്ട് സഹിക്കവയ്യാതെ അവസാനം ഫിറൗനോട് പറയുന്നുണ്ട്, ബനി ഇസ്രായേൽക്കാരെ എൻ്റെ കൂടെ വിട്ട് അവരെ ഇങ്ങനെ പോയി. അവസാനം അള്ളാഹു അതിനൊരു മാർഗം, ഒരു പ്രഭാത സമയത്ത് അനുയായികളെയും കൂട്ടി നാട് വിടാൻ വേണ്ടി. വളരെ ഒറ്റപ്പെട്ട ചില കിബുത്തികൾ മൂസാ നബിയെ വിശ്വസിച്ചവരും അതിലുണ്ടാകും. അവരൊരു മുസ്ലിം സമുദായം എന്നേ പറയാൻ പറ്റുള്ളൂ, ഒരു ആദർശ സമൂഹമൊന്നും ആയിട്ടില്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് പിന്നെ ഒരു ബിംബാരാധന കണ്ടപ്പോൾ ഒരു ബിംബം ഞങ്ങൾക്കും വേണം. പൂർണ്ണമായിട്ട് ഇപ്പം നമ്മളെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും? എല്ലാവരും തൗഹീദ് ഉൾക്കൊണ്ടവരോ, എല്ലാവരും പൂർണ്ണരായ മുസ്ലിം മുഅ്മിനീങ്ങളോ, എല്ലാവരും പൂർണ്ണമായിട്ടുള്ള മുസ്ലിമീങ്ങളോ അല്ലല്ലോ. അങ്ങനെ ഒരു സാമുദായികമായിട്ടുള്ള ഒരു സംഘം, അതുതന്നെ ആ ബനൂ ഇസ്രായേൽക്കാർ. പിന്നെ അവരെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാം അവരെയും കൊണ്ട് പോകുന്നത്. അതുമാത്രമല്ല, ഒരു മർദ്ദിത വിഭാഗം എന്നുള്ള നിലക്ക് അത് ഇസ്ലാമിനോട് എന്നും അവരോടൊരു ആഭിമുഖ്യമുണ്ടാകും. മർദ്ദിത വിഭാഗത്തോട്, ദുർബല വിഭാഗത്തോട്, അരികുവൽക്കപ്പെട്ടവരോട് എന്നും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും പ്രത്യേകം ഒരു ആഭിമുഖ്യവും താല്പര്യവും അവരോടുണ്ടാവും. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തളഅഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ. ദുർബലരാക്കപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പൊരുതണം. അത് നമ്മളുടെ ഒരു കാഴ്ചപ്പാടാണ്, ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ഇസ്ലാമിൻ്റെ ഒരു നിർദ്ദേശമാണ്. അതാണ് ഇവിടെ മൂസാ നബി പ്രായോഗികമായിട്ട് അവരെയും കണ്ട് കടൽ കടക്കുക. കടലിൻ്റെ വക്കത്ത് എത്തിയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ. അവിടെ എത്തിയപ്പോൾ എന്താണ്? കടലാണ് മുമ്പിൽ. ബാക്കിൽ ഫിറൗൻ പുറപ്പെട്ട് വരുന്നതിൻ്റെ ആരവവും കേൾക്കുന്നുണ്ട്. എന്തു ചെയ്യും? അപ്പോഴാണ് അവർ പറഞ്ഞത്, ഇന്നാല മുതറക്കുൻ, പിടികൂടപ്പെട്ടത് തന്നെ. ഇതുവരെയുള്ള മാതിരിയാവില്ല. ഇനി പിടികൂടപ്പെട്ടാൽ ആരും ഇവർ ഒളിച്ചോടാൻ നോക്കുകയാണ്. ഭരണകൂടമാണ് പിന്നാലെ. ഇന്നാല മുതറക്കൂൻ, ഞങ്ങൾ കുടുങ്ങിയത് തന്നെ എന്ന് പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അവരോട് സൂറത്ത് ത്വാഹയിലും സൂറത്ത് ഷുഅറയിലൊക്കെ ചരിത്രം അല്പം കൂടെ വിശദമായിട്ടുണ്ട്. കല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട. ഇന്ന മഈ റബ്ബി, എൻ്റെ കൂടെയുള്ളത് എൻ്റെ റബ്ബാണ്, സയഹുദ്ദീൻ, അവനൊരു വഴി കാണിച്ചു തരും. അപ്പോഴാണ് പറഞ്ഞത് വടിയോണ്ട് കടലിലൊന്ന് അടിക്കൂലേ. കഥയൊക്കെ സൂറത്ത് ത്വാഹയിൽ നമുക്ക് വായിച്ചാൽ, സൂറത്ത് ത്വാഹ 77 മുതൽക്കൊന്ന് നോക്കൊണ്ട് ഏതെന്താ പറയുന്നത്. ഇത് വല്ലാത്തൊരു സംഭവമാണ്. ലക്ഷക്കണക്കിന് ആളുകളെയും കൊണ്ട് കടൽ തീരത്തെത്തിയിരിക്കുക, പിന്നിൽ ഫിറഔൻ, മുമ്പിൽ കടൽ. ഞങ്ങൾ കുടുങ്ങിയല്ലോ എന്നവർ വിലപിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാർഗം തുറന്നു കൊടുക്കുക. എൻ്റെ വടി കൊണ്ട്, കയ്യിലുള്ള വടി ഉണ്ടല്ലോ, പാമ്പായി മാറുന്ന വടി, കടലിൽ അടിക്കുക. കടൽ പിളർന്നു, വീതിയുള്ള ഒരു വഴി തുറന്നു, അവർ രക്ഷപ്പെടുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിലിരിക്കുമ്പോൾ അല്ലേ, നമ്മളെ കൂടെ അല്ലാഹ് ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ബക്കർ സിദ്ദീഖ് ബേജാറായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ ലന്നുക യാ അബീ ബക്കർ ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ, മൂന്നാമനായി അല്ലാഹ് നമ്മളെ കൂടെയുണ്ട്, അല്ലെങ്കിൽ മൂന്നിൽ ഒരുവനായി അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അവരെ പറ്റി എന്തിനാ ബേജാറാവണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് കൂടെ ഉണ്ടെങ്കിൽ ആണ് മൂസ, ഇന്ന മഈ റബ്ബീന, എൻ്റെ കൂടെ റബ്ബുണ്ട്. മഈയത്ത്, അല്ലാഹൻ്റെ ഒരു മഈയത്ത്, അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ടാവുക. വളരെ വലിയ ഒരു എന്താണ് പറയുക, വളരെ വലിയ ഒരു സഹായമാണ് അള്ളാഹു നമുക്ക് നൽകുന്ന. ഇത് വളരെ വലിയൊരു കാരുണ്യമാണ്. ഈ ഒരു ബോധം, എൻ്റെ കൂടെ എൻ്റെ റബ്ബ് വേണം. അതുകൊണ്ടാണ് നമ്മളോട് എല്ലാം റബ്ബിൽ ഏൽപ്പിക്കാൻ പറയുന്നത്. അപ്പോൾ അതാണ് മൂസാ നബി അലൈഹി സ്വലാം ആ സന്ദർഭത്തിൽ പറഞ്ഞത്. ആ ചരിത്രമാണ് ഇവിടെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. വജാവസ്നാ ബി ബനി ഇസ്രാഈൽ ബഹറ, ബഹറ എന്ന ജലാശയം നടത്തുന്നുണ്ട്, കടൽ നടത്തുന്നുണ്ട്. മൂസാ നബിയെയും കൊണ്ട് നമ്മൾ ചെങ്കടൽ മുറിച്ച് കടന്നു.
ഫഅത്ബഅഹും ഫിർഔനു വജുനൂദുഹു, ഫിർഔനും സംഘവും അയാളെ പിന്തുടർന്നു. ബഗിയൻ, ബഗിയായിക്കൊണ്ട്, ധിക്കാരമാണ് അയാളുടെ. പോണോല് പോട്ടെ, രക്ഷപ്പെട്ടെ എന്നല്ല, ധിക്കാരം. വഅദുവൻ, ആക്രമണോത്സുകത, അല്ലെങ്കിൽ അക്രമോത്സുകരായിക്കൊണ്ടും ധിക്കാരപരമായിക്കൊണ്ടും അവർ ഫിർഔനും സംഘവും. അല്ലെങ്കിൽ രാജാവ് എടുക്കലും യുദ്ധത്തിന് പോകലുണ്ടോ? രാജാവ് കൽപ്പന കൊടുക്കല്ലേ വേണ്ടതുള്ളൂ അല്ലേ? രാജാവ്, ഇന്ത്യൻ പ്രസിഡന്റ് യുദ്ധത്തിന് ഇറങ്ങുമോ? ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാർ നേരിട്ട് യുദ്ധത്തിന് പോകലുണ്ടോ? ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുണ്ടാവും, ബക്കർ സിദ്ദീഖ് ഉണ്ടാവും, ഉമർ ഖത്താബ് ഉണ്ടാവും. ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൽ അവരുടെ പരമോന്നത നേതാവ് യുദ്ധ മുന്നണിയിലാണ് അദ്ദേഹം, അല്ലെങ്കിൽ യുദ്ധത്തിൽ പുറത്താണ് അദ്ദേഹം, ബങ്കറുകൾ വിളിച്ചിട്ടുള്ള ഇസ്ലാമിക ചരിത്രം. പക്ഷെ ഇവിടെ ഫിർഔൻ എന്ന് പറയുന്ന രാജാവ് കൊല്ലപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ മുങ്ങി മരിക്കാൻ വേണ്ടിയിട്ട് മരണം അവർക്ക് പേടി. ഇസ്ലാമിക നേതാക്കന്മാർക്ക്, മുസ്ലിം നേതാക്കന്മാർക്ക്, പരലോകബോധമുള്ളവർക്ക് മരണഭയം ഉണ്ടാവില്ല. ഇവിടെ അയാളെയും അല്ലാഹു തആല പുറത്തിറക്കിയതാണ്. ഫഅത്ബഅഹും ഫിർഔനു വജുനൂദുഹു, ഫിർഔനും സൈന്യവും. സാധാരണഗതിയിൽ ഇല്ലാത്തതാണ് രാജാക്കന്മാർ യുദ്ധത്തിന് നേർക്കുനേരെ ഇറങ്ങുക എന്നുള്ളത്. പക്ഷേ ഇവിടെ അയാളെയും കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ഇവരെ പിടികൂടാൻ വേണ്ടി അയാൾ സൈന്യം മറ്റവരെ പിടികൂടാൻ പോകേണ്ട ഒരു കാര്യമല്ല, മരിക്കാൻ വേണ്ടി അവിടെ എത്തണം. ബഗിയൻ വഅദുവൻ, ബഗായ് എന്നത് അന്യായം ചെയ്യുക, ധിക്കാരം ചെയ്യുന്ന. അദുവന ശത്രുതാപരമായി, അല്ലെങ്കിൽ അക്രമോത്സുകരായിട്ട് എന്നൊക്കെയാണ്. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, പിന്നെ കടലിൽ, ആ ചരിത്രമൊക്കെ നമുക്കറിയാലോ. മൂസാ നബി അലൈഹി സ്വലാമയും സംഘവും കടലിൽ ഇറങ്ങി, കടലിൻ്റെ മധ്യഭാഗത്തെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ഫിർഔനും സംഘവും കടലിൽ ഇറങ്ങുന്നു. ഇവരങ്ങനെ മൂസാ നബിയും സംഘവും കടൽ കടന്ന് അക്കരെ എത്തി. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഫിർഔനും സംഘവും നടുക്കടലിലൂടെ വരുന്നത് ദൂരെ നിന്ന് അവരിങ്ങനെ കാണുക. കാരണം വഴി വിശാലമാണ്, ഉണങ്ങിയ വഴിയാണ്, കടൽ പിളർന്നു നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് പേടിയാണ് ഉള്ളിൽ. പെട്ടെന്ന് ആ കടൽ കൂടുന്നു. ഫിർഔൻ മുങ്ങി മരിക്കാൻ വെള്ളം കുടിക്കുന്നു, മുങ്ങിക്കൊണ്ടിരിക്കുക. ഹൊറക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹിനോട് കാവലിനെ ചോദിക്കേണ്ട ഒരു മരണരൂപമാണ്, ഇതാണ്. അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഹറഖി വൽ ഗറഖി വസ്സറഖ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുക ആമൻതു. ആ സമയത്തുള്ള വിശ്വാസം കൊണ്ട് കാര്യമില്ലല്ലോ. ഗർഗറത്തിൻ്റെ ഹാൽ എന്നാണ് നമ്മളതിനെ പറയുക അല്ലേ? അവസാനത്തെ ശ്വാസം അങ്ങനെ വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ള വിശ്വാസം, അപ്പോഴുള്ള അംഗീകാരം മനസ്സിലാവുന്നല്ല. ജീവിതം മുഴുവൻ മുസ്ലിമായി ജീവിക്കുക, മുസ്ലിമായി മരിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ അതാണ് ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായേൽ. അന്നഹു, കാര്യമെന്തെന്നാൽ, തീർച്ചയായും കാര്യമെന്തെന്നാൽ, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലദീ, ഒരുത്തനല്ലാതെ, ആമനത് ബിഹി, ആ ഒരുത്തനിൽ വിശ്വസിച്ചിരിക്കുന്നു, ബനു ഇസ്രായേൽ, ബനു ഇസ്രായേല്യർ, ഇസ്രായേൽ സമൂഹം ഏതൊരു ദൈവത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ അവനല്ലാതെ ഇലാഹില്ല എന്ന് ഞാനും ഇതാ അംഗീകരിക്കുന്നു. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്നും, അഥവാ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് കർമ്മരംഗത്തും അത് പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഇനി മുതൽക്ക് ജീവിക്കാം എന്ന് ആ മുങ്ങി മരണത്തിൽ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അയാൾ പ്രഖ്യാപിച്ചു. അടുത്ത ആയത്തിൽ ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ ഖുർആൻ അവതരിപ്പിക്കുന്ന ആശയങ്ങളും കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തുണകുമാറാവട്ടെ. ഖുർആനിൻ്റെ അനുകൂലമായ സാക്ഷ്യവും തെളിവും കിട്ടിയിട്ട് നാളെ ജന്നാത്തുൽ ഫിർദൗസ്, നാളെ വിചാരണാ സഭയിൽ വലതു കൈയിൽ നമ്മുടെ കർമ്മരേഖ നൽകി സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നവരിൽ നമ്മളെ ഈ നാഥൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب